Yes, good afternoon. Okay, good afternoon. Good afternoon, sir. Yes, good afternoon. Good afternoon, sir. Okay, good afternoon. Good afternoon, sir. Okay, good afternoon. Oh, Surya. Devi, Teachers Day. Okay. Happy Teachers Day, sir. Okay. Happy Teachers Day. Yes. അപ്പോൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയുന്നത് ഹാപ്പി ടീച്ചേഴ്സ് ഡേ. നിങ്ങളിൽ എത്ര പേര് ട്യൂഷനും അതുമൊക്കെ ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്? യെസ്, ആതിര, പൂജ, ജാസ്നിയ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ആ, ഓക്കെ 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 ഓക്കെ. ആ, ഒരാൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു, അത് ചോദിച്ചാണ്. ഓക്കെ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഫാത്തിമ, അമൃത, ജിസ, മേരി. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. നിങ്ങൾ എത്ര പേര് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്? കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് എത്ര പേരുണ്ട്? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ആ, പൂജ എടുക്കുന്നുണ്ട്, ദേവി എടുക്കുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. ആ, ജസ്ന മുമ്പ് എടുത്തിരുന്നു, ഇപ്പൊ ഇല്ല. ഓക്കെ. ആ, TTC കഴിഞ്ഞതാ. ഓക്കെ 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 ഓക്കെ. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം പരീക്ഷ വേണ്ടി പാസ്സാവുണ്ട് ഇപ്പൊ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പൊ കുറച്ചു പേരെ പഠിപ്പിക്കുന്നുള്ളൂ, ബാക്കി പേര് പഠിപ്പിക്കുന്നില്ലല്ലോ എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും. അപ്പൊ നമ്മൾ ഒരു ചോദ്യം ചോദിക്കും, ആരാണ് അധ്യാപകർ? ആരാണ് അധ്യാപകർ? ആൻസർ പറ, എഴുതിയാൽ മതി. നിങ്ങളുടെ അഭിപ്രായത്തിൽ അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ അധ്യാപികയാണ്. അപ്പൊ നമുക്ക് പറയാനുള്ള സൗകര്യത്തിൽ അധ്യാപകൻ വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആരാണ് അധ്യാപകൻ? അറിവ് പകർന്ന് നൽകുന്നവരാണ് അധ്യാപകൻ, നോളജ് ഉള്ളവരാണ് അധ്യാപകർ. പിന്നെ അറിവ് തരുന്നവൻ ആതിര പറയുന്നു. A person who teaches. ഓക്കെ, ശ്രീദിക പറയുന്നു, സൂര്യ പറയുന്നു അറിവ് പകർന്ന് നൽകുന്നവർ. ഓക്കെ, അറിവ് തരുന്നവർ. ഓക്കെ,
യെസ്. പിന്നെ ഓക്കെ, അപ്പൊ ഞാൻ പറയും ഓക്കെ, അറിവ് പകർന്നു നൽകുന്നവൻ ഫാഹിം പറയുന്നു. ഓക്കെ ഫാഹിം. പക്ഷെ ഞാൻ പറയുന്നു നേർവഴിക്ക് നയിക്കുന്നവൻ. ഓക്കെ രേഷ്മ. യെസ്, നേർവഴിക്ക് നയിക്കുന്നവൻ, ശരിയാണ്. അപ്പൊ ഞാൻ പറയുന്നു, ഒന്നുകൂടി പറയുന്നു, അതിനോടൊപ്പം തന്നെ അറിവ് പകർന്നു നൽകുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അറിവ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഒരു തിരിച്ചറിവ് അതുകൂടി നൽകുന്നവരാണ് നല്ല അധ്യാപകർ. തിരിച്ചറിവ്, അറിവല്ല, അറിവിനപ്പുറം എന്തുകൂടിയുണ്ട്, ഒരു തിരിച്ചറിവ് കൂടിയുണ്ട്. യെസ്. അധ്യാപകൻ എപ്പോഴും പഠിപ്പിക്കുന്നത് അവന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ്. അധ്യാപികയായി അത് പകർന്നു കൊടുക്കുമ്പോൾ അത് അറിവാവാം, പിന്നെ അതുമല്ലായി ഒരു കരുതലാവാം, സ്നേഹമാവാം, തലോടലാവാം, എന്ത് വേണമെങ്കിലാവാം. ഇതെല്ലാം അറിവിന്റെ വ്യാഖ്യാനത്തിൽ വരുന്നതാണ്. ഓക്കെ, ഞാനിപ്പോ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ +2 വരെ പഠിപ്പിച്ച അധ്യാപികമാരുടെ പേരുകൾ ഓർക്കും. നിങ്ങളെ 1ാം ക്ലാസ് മുതൽ 1ാം സ്റ്റാൻഡേർഡ് മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ പഠിപ്പിച്ച അധ്യാപിക, +2 വേണ്ട 10th സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിച്ച അധ്യാപികമാരോട് 10th സ്റ്റാൻഡേർഡ്, ആ 10th സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിച്ച അധ്യാപികമാരുടെ പേരുകൾ ഓർക്കാം. മനസ്സിലോർത്തോ? യെസ്, മനസ്സിലോർത്താൽ മതി. ആ മനസ്സിലോർത്തിട്ട് ആ മനസ്സിലോർത്തതിൽ നിന്ന് ഇഷ്ടപ്പെട്ട 5 പേരെ സെലക്ട് ചെയ്യുക. ആ മനസ്സിലോർത്ത പേരുകളിൽ നിന്ന് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന 5 പേരെ സെലക്ട് ചെയ്യും. 5 പേരെ സെലക്ട് ചെയ്യാം. ഓക്കെ, ആ സെലക്ട് ചെയ്തതിൽ നിന്ന് 2 പേരെ ഒഴിവാക്കുക. അത് 3 പേര് മതി. 2 പേരെ ഒഴിവാക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പേരായി, നിങ്ങളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന 3 പേര്. ഓക്കെ, ആ 3 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. ആ 3 പേരിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന, കണ്ടു കഴിഞ്ഞാൽ എന്തോ ടീച്ചറെ, എന്ത് പറയുന്നു ടീച്ചറെ എന്ന് നിങ്ങൾക്ക് ഓടിച്ചെല്ലും, നിങ്ങൾക്ക് ഉറപ്പുള്ള, മാറിപ്പോകാതെ ഓടിച്ചെല്ലും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആ ടീച്ചറിന്റെ പേര് കമന്റ് ചെയ്യും. ദേവിക മിനി ടീച്ചർ, ഓക്കെ. സോണിയ റിനി ടീച്ചർ, ജസ്ന അജിത് സാർ, പൂജ നമിത, ഫാഹിം, വത്സൽ ടീച്ചർ, ഫക്കർ സാർ, സുധ ടീച്ചർ, അഷ ടീച്ചർ, ജസീന്ത മിസ്, അരുണ ടീച്ചർ, ഉണ്ണികൃഷ്ണൻ സാർ, ഇന്ദിര ടീച്ചർ, ബീന മിസ്, ഇന്ദു ടീച്ചർ, സുജ സാർ, അനിത ടീച്ചർ, കല്യാണിക്കുട്ടി ടീച്ചർ, പത്മിനി ടീച്ചർ, ശൈലജ ടീച്ചർ, ദിവ്യ ടീച്ചർ, രസ്ന സാർ, വത്സല ടീച്ചർ, ലിംന ടീച്ചർ, സുഗന്ധി ടീച്ചർ, ലിറ്റിൽ മിസ്, ജീന ടീച്ചർ, ഷീന മിസ്, യെസ്, കവിത ടീച്ചർ, യെസ്. ഓക്കെ 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 യെസ്. അവരെല്ലാം നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടും, ഒരുപക്ഷെ അവർ പഠിപ്പിച്ചത്, ടെസി ടീച്ചർ, അലീന, പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ മറന്നുപോയെങ്കിലും ഇപ്പോഴും നിങ്ങൾ അവരെ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നു. അതുപോലെ നമ്മളെയും ആരെങ്കിലും ഒക്കെ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കണ്ടേ? യെസ്. അപ്പൊ അതുകൊണ്ട് ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ 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 ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറെ ടീച്ചർമാരുണ്ടല്ലോ. യെസ്. അധ്യാപകനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാചകമാണ്, ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും ഒരു പുസ്തകവും ഒരു പേനയും ഉണ്ടെങ്കിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാമെന്നാണ് പറയുന്നത്. ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും ഒരു പുസ്തകവും ഒരു പേനയും ഉണ്ടെങ്കിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാം. യെസ്. പിന്നെ വേറൊരു കാര്യം കൂടി അതിന്റെ കൂടി ചേർത്ത് വെച്ച് പറയാറുണ്ട്. പാരന്റ്സ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ്. മാതാപിതാക്കന്മാരാണ് ആദ്യത്തെ അധ്യാപകർ. ടീച്ചേഴ്സ് ആർ ദ സെക്കൻഡ് പാരന്റ്സ്. അധ്യാപകരാണ്
രണ്ടാമത്തെ മാതാപിതാക്കന്മാർ വിദ്യാർത്ഥികൾ. ഓക്കെ, യെസ്. അധ്യാപക ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല സന്ദേശം പറയാനുണ്ടോ? യെസ്. നിങ്ങളെ 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. 10ന് ശേഷമുള്ള എടുക്കാം. ഓക്കെ, 10 വരെ പറഞ്ഞു. 10 കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടം വരെ ഇന്ന് വരെയുള്ള അധ്യാപികമാരിൽ. അപ്പൊ 10 വരെ കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറാണ്? 10ന് ശേഷം പ്ലസ് ടു തുടങ്ങി ഇങ്ങോട്ട് പോന്നോട്ടെ. കൃഷ്ണ മിസ്, അലീന പറഞ്ഞു, ലീത മിസ്, ദേവിക, ജെസ്സി മിസ്, ദേവിക, അജയ് സാർ, സൗമ്യ മിസ്, പ്രേമ മിസ്, അഞ്ജലി മിസ്, ടോമിൻ സാർ, അരുൺ സാർ, സെവൻ സാർ, വന്ദന മിസ്. ഓഹോ, വെരി ഗുഡ്. ഹരീഷ്, അപർണ ടീച്ചർ, ജോഫി മിസ്, ദീപ്തി ടീച്ചർ, പ്രശാന്ത് സാർ, സ്മിത മാം. ഓക്കെ, യെസ്. ഇനി ആരെങ്കിലും? ഗീത ടീച്ചർ, വന്ദന മിസ്. വന്ദന മിസ് നല്ല ഫാൻസാണല്ല. സുനിത ടീച്ചർ, മിൽ റോസ് മിസ്. ഓക്കെ, റീസെന്റ്ലി വന്ദന മിസ്. ഓക്കെ, ഓ സൂര്യ, താങ്ക് യു. യെസ്, ജാസ്നിയ. ഓക്കെ, കുഞ്ഞുമോൾ ടീച്ചർ, അന്ന ജോസഫ്, സരിത മിസ്. ഓക്കെ 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 ഈ ഒരിക്കലേ ഞാനൊരു ചെറിയൊരു കഥ പറയാം. കഥയല്ല, സംഭവമാണ്. ഞാനിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഓർത്താണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകും. ചിലപ്പോൾ നമ്മളൊരു നോട്ടമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഒരു തലോടലായിരിക്കും, ചിലപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ശ്രീകല ടീച്ചർ, ഓക്കെ, സുനിത ടീച്ചർ ഒരു വാക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു എപ്പോഴെങ്കിലും ആവാം. ഓക്കെ 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 ശരി. അപ്പോ അതാണ് ഒരു പക്ഷെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വഴിത്തിരിവാ. ഒരിക്കലും ഒരു അധ്യാപകൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകൻ സ്കൂളില് ബോർഡില് പക്ഷികൾ പറക്കുന്ന കുറെ ഫോട്ടോസ് വരച്ചിട്ട് പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത്, പക്ഷികളുടെ ചിറകുകൾ വിരിഞ്ഞ് നിൽക്കുന്നത് എങ്ങനെയാണ്, പക്ഷികൾ പറന്നു വന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ചിറകുകൾക്ക് മാറ്റം സംഭവിക്കുന്നത്, അങ്ങനെ പഠിപ്പിച്ച് ഗ്രാഫൊക്കെ വരച്ച് ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ടീച്ചർ അധ്യാപകൻ ചോദിച്ചു, ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോ ഒരു കുട്ടി മാത്രം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, സാറ് പഠിപ്പിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോ സാധാരണ ഒരു ടീച്ചറാണെങ്കിൽ എന്ത് പറയും, ഗുരുത്വം കെട്ടവനാണ് നീ, ഈ ക്ലാസ് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് നിനക്ക് മനസ്സിലാവാണ്ടിരുന്നാണ്, നീ അത്രയും പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. പക്ഷേ ഈ അധ്യാപകൻ എന്ത് ചെയ്തു വെച്ചാൽ അവന്റെ കൈക്ക് പിടിച്ചോണ്ട് നേരെ കടപ്പുറത്തേക്ക് പോയി. ആ കടപ്പുറത്തിൽ പോയി നിന്നുകൊണ്ട് അവനോട് പറഞ്ഞു, മോനെ നീ മുകളിലേക്ക് നോക്കും. മുകളിലേക്ക് നോക്കുമ്പോൾ ധാരാളം പക്ഷികൾ കടപ്പുറത്ത് ഇങ്ങനെ പറക്കണേണ്ട. അവ പറക്കുമ്പോൾ ആ ചിറക് പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നീ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ശ്രദ്ധിച്ചു. ചില പക്ഷികൾ പറന്ന് വന്ന് പാറക്കെട്ടിൽ ഇരിക്കുമ്പോൾ ആ ചിറകുകൾക്ക് വരുന്ന വ്യത്യാസം കണ്ട് അത് ചിറകുകൾ ഒതുക്കി പിടിച്ചിരിക്കുന്നത് കണ്ടോ, അത് മനസ്സിലാക്കാൻ പറഞ്ഞു. പക്ഷികൾ പറന്നു വന്നിരിക്കാൻ നേരത്ത് കാലുകൾ ഇങ്ങനെ മുന്നോട്ട് നീട്ടിപ്പിടിക്കുന്നത് കണ്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോ ക്ലാസ്സിൽ പഠിപ്പിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് പറക്കലിനെ കുറിച്ച് മനസ്സിലായി എന്ന് പറഞ്ഞു. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം അവന്റെ ചിന്തകള് ആ പക്ഷികൾ പറക്കുന്ന കണ്ടപ്പോൾ അവന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, ഈ പക്ഷിയേക്കാളും ഉയരത്തില് എനിക്ക് പറക്കണം, ഈ പക്ഷിയേക്കാളും ഉയരത്തില് എനിക്ക് പറക്കാൻ സാധിക്കണം എന്നുള്ള ചിന്ത അവന്റെ മനസ്സിലോട്ട് വന്നു. അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ത്വര അവന് വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ പഠനമെല്ലാം ആ വഴിക്കായി. വീണ്ടും നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ആ കൊച്ചുകുട്ടിയെ കാണുമ്പോൾ അദ്ദേഹം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ഉദ്യോഗസ്ഥനാണ്. അതും കഴിഞ്ഞ് വീണ്ടും നമ്മൾ അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു. ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ.
വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന പേര് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നായിരുന്നു. ആർക്കെങ്കിലും പറയാമോ അതാരാണെന്ന്? യെസ്, ദിവ്യ, വെരി ഗുഡ്. APJ അബ്ദുൽ കലാം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അദ്ദേഹത്തിന്റെ പേരാണ് APJ അബ്ദുൽ കലാം. അപ്പോ ഈ അബ്ദുൽ കലാമിനോട് ഒരിക്കലും ചോദിച്ചു, സാറിനെ സ്വാധീനിച്ച അല്ലെങ്കിൽ സാർ ഇപ്പോഴും ഓർക്കുന്ന അധ്യാപകൻ ഏതാണ്? അപ്പൊ APJ അബ്ദുൽ കലാം പറഞ്ഞ കഥയാണ്. അദ്ദേഹത്തെ പഠിപ്പിച്ച സാറിന്റെ പേര് ഞാൻ കറക്റ്റ് ഓർമ്മയില്ല, എന്തോ ഒരു സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറ്റുള്ള സാറിന്റെ പേര്. ആ സുബ്രഹ്മണ്യ അയ്യരാണ് എന്റെ ജീവിതത്തിൽ തന്നെ ഈ നിലയിൽ അല്ലെങ്കിൽ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് ആ ലെവലിൽ പഠിക്കാനെല്ലാം എന്നെ പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ വിക്രം സാറ് വൈസ് പ്രസിഡന്റിലേക്ക് ഞാൻ എത്തപ്പെടാനുണ്ടായ കാരണം. അപ്പോ ആ കുട്ടിയുടെ ജീവിതത്തില് ഒരു വഴിത്തിരിവാവാൻ അവരെയും വിളിച്ചുകൊണ്ട് കടപ്പുറത്തേക്ക് പോയ ആ സുബ്രഹ്മണ്യ സാറിന് സാധിച്ചു. അങ്ങനെ ഓരോ കുട്ടികളുടെയും ജീവിതത്തിൽ വഴിത്തിരിവാവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് ഈ അധ്യാപക ദിനത്തിൽ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ കിടന്നുറങ്ങുമ്പോൾ അവരെ മാറി നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളിൽ ഒരുപാട് സ്വപ്നങ്ങൾ അല്ലേ? യെസ്, അതുപോലെ തന്നെയാണ് നമ്മൾ സ്കൂൾ വിട്ട് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ നിരന്ന് പോകുന്നത് കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പോകുന്നതെല്ലാം അവരുടെ വീട്ടിലെ അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നങ്ങളാണ്. കുട്ടികൾക്കപ്പുറത്ത് അവരെല്ലാം ഓരോ സ്വപ്നങ്ങളാണ്. ആ പോകുന്ന കുട്ടികളെ ചുറ്റിപ്പറ്റി അവരുടെ അച്ഛനും അമ്മയും കണ്ടെത്തിയിട്ടുള്ള കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. Am I right? യെസ്. അപ്പൊ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഓരോ കുട്ടികളും പോകുന്ന കാണുമ്പോൾ നിങ്ങൾ അത് കുട്ടിയായിട്ട് വിചാരിക്കരുത്, എന്തായിട്ട് വിചാരിക്കുക, അതൊരു സ്വപ്നമാണ് പോണത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മോശമായ കാര്യങ്ങളൊക്കെ അവർ ഇടപെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്. കാരണം അവിടെ ആ കുട്ടി തെറ്റ് ചെയ്തു എന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരെ കുറിച്ച് കണ്ട സ്വപ്നങ്ങളുടെ കടക്കിലാണ് കത്തി വീഴുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് വയലന്റ് ആകും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ തെറ്റ് ചെയ്ത് കാണുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ അവർക്ക് സാധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്. ഇനി ജെനുവിനായൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. യെസ്, നിങ്ങൾ കുട്ടികളായതപ്പോ നിങ്ങളുടെ അച്ഛന് നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. വിവാഹിതരാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ആ കണ്ണുകളിൽ നോക്കിയിട്ടൊന്ന് ചോദിക്കുക, ഞാൻ എന്നെ കുറിച്ച് അമ്മയുടെ സ്വപ്നം എന്തായിരുന്നു എന്ന്. അത് കസേരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നിരുന്നോട് ചോദിക്കുക, ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുക. അപ്പോ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൾസ് അറിയാം എന്തായിരുന്നു അമ്മയുടെ സ്വപ്നം. ഇനി ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, ആ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവരുടെ സ്വപ്നങ്ങൾ. യെസ്, രേഷ്മ ഇല്ല, രേഷ്മ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ. അപ്പോ കാലം ഇനിയും വൈകിയിട്ടില്ല. ഇനിയും നമുക്ക് മുന്നിൽ എന്തുണ്ട്? അവസരങ്ങളുണ്ട്, സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ കാഞ്ഞു പിടിച്ച് വേറൊരു ലെവലിലോട്ട് വന്ന് അത് കഴിഞ്ഞ ശേഷം അച്ഛനും അമ്മയും പറയാ. അപ്പോ നമ്മൾ അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ചു, അവരുടെ സ്വപ്നങ്ങളുടെ അരികത്ത് എത്തി. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്, ജീവിതത്തിൽ വിജയിക്കുന്നതും പരീക്ഷയിൽ വിജയിക്കുന്നതും രണ്ടാണ്. പരീക്ഷയിൽ വിജയിച്ചില്ലെങ്കിലും ജീവിതത്തിൽ വിജയിക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അപ്പോ ആ രണ്ട് വിജയങ്ങളെ രണ്ടായി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം നിങ്ങൾ അതുപോലെ സ്വീകരിക്കണമെന്നില്ല. തള്ളണമെങ്കിൽ തള്ളാം, കൊള്ളണമെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും ഗ്രാമറിലേക്ക് മടങ്ങി വരാം. ഓക്കെ, അപ്പോ യെസ്, ഗ്രാമറിലേക്ക് മടങ്ങി വരാം അല്ലേ? ഓക്കെ അതിന് ഓക്കെ അമൃത, സൂര്യൻ, ശരി, റെഡി. അപ്പൊ നമ്മള് യെസ് ഓക്കെ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ചെയ്തു, നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ വേണ്ടി ശ്രമിക്കും. ആരുടെ? നമ്മുടെ മാതാപിതാക്കന്മാരുടെ സ്വപ്നങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾക്കും എന്തുണ്ടാവണം? അവരെ ഈ APJ അബ്ദുൽ കലാം പറഞ്ഞില്ല, പിള്ളേര് സ്വപ്നം കാണട്ടെ, സ്വപ്നം കാണാൻ പഠിപ്പിക്കും. അപ്പോഴാണ് അവർക്ക് പ്രതീക്ഷകൾ ഉണ്ടാവുള്ളൂ.
അത് പ്രതീക്ഷകൾ വെച്ചിട്ട് അവർ മുന്നോട്ട് പോട്ടെ. പിള്ളേരൊക്കെ നിങ്ങൾ സ്കൂളിൽ പോകാനൊക്കെ റെഡിയാക്കി നിർത്തിയിട്ട് അവരെ ചേർത്ത് പിടിച്ചിട്ട് അത് ആലോചിച്ച് നോക്കി. ആ മൂത്ത മകന് നിങ്ങളൊരു അവന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് എത്രയോ ദിവസങ്ങളായി, മൂത്ത മകൾക്ക് കൊടുത്തിട്ട് എത്രയോ ദിവസങ്ങളായി. അതൊക്കെ അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അവരെപ്പോഴും എനർജറ്റിക് ആയിട്ട് നിൽക്കുക. നമ്മൾ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അവര് നമ്മുടെ മക്കള് ഉയർന്നു വരും. അവരുടെ ആ നടത്തത്തിലും ആ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രസരിപ്പ് ഉണ്ടാവും. അപ്പൊ എപ്പോഴും അവരെ അങ്ങനെ ചേർത്ത് പിടിക്കുക. ഓക്കെ, ആർക്കും മക്കളോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല, പക്ഷെ ജീവിതത്തിന്റെ തിരക്കും ബുദ്ധിമുട്ടും എല്ലാം വന്നു കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മൈനറായ കാര്യങ്ങളൊക്കെ മറന്നു പോകും. പക്ഷെ അതിനൊക്കെ ഒരുപാട് പോസിറ്റീവ് എനർജി കൊടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആ രീതിയിൽ ഇനി ഇവിടെ നല്ല ഡീൽ ചെയ്യും. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പാസീവ് വോയിസ് എഴുതേണ്ട രീതി നമ്മൾ പറഞ്ഞു. ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് എഴുതേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് നിങ്ങളത് വളരെ ഭംഗിയായിട്ട് എഴുതി. രണ്ടെണ്ണം ഞാനൊരു ബുദ്ധിമുട്ടുള്ളത് പറഞ്ഞു, അതും നിങ്ങൾ എഴുതി. ഇത് നമുക്ക് അതിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ കുറച്ച് ദിവസം ആയില്ലേ, ഒരാഴ്ച ആയതുകൊണ്ട്, ഒരാഴ്ച ആയിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് മറന്നു പോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു 2 എണ്ണം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തിലോട്ട് പോകാം. ഞാൻ നിങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സെന്റൻസ് ഒന്ന് എഴുതി. ഒരു സെന്റൻസ് പറയട്ടെ. ഐ സോൾഡ് മൈ കാർ. ഐ സോൾഡ് മൈ കാർ. ഐ സോൾഡ് മൈ കാർ. അല്ല, സോൾഡ് അല്ല, സോറി. ഐ സെൽ മൈ കാർ. ഐ സെൽ, SELL. സോൾഡ് അല്ല, സെല്ലാണ്. ഐ സെൽ മൈ കാർ. ഐ സെൽ മൈ കാർ. ഐ സെൽ മൈ കാർ. യെസ്, അതിന്റെ പാസീവ് വോയിസ് എന്ന് പറഞ്ഞു. ഓബ്ജക്റ്റ് എന്താണ്? മൈ കാർ. അത് ഓബ്ജക്റ്റ് ആയിട്ട് എഴുതുക. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചേർക്കുക. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ഓക്കെ, സിമ്പിൾ. ഐ സെൽ മൈ കാർ. ഓക്കെ, ശ്യാമ, സുലക്ഷ്മി, ഓക്കെ. രേഷ്മ മൈ എന്ന് വിളിച്ചേർത്തില്ല കേട്ടോ. ഓക്കെ, ജിസ്ലിയ ഓക്കെ, സൂര്യ ഓക്കെ, ദർശന ഓക്കെ. ഓക്കെ. സെൽ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് SEOLD, സോൾഡ് എന്നാണ്. മൈ ഓക്കെ. അതിനാൽ അന്ന ഓക്കെ. യെസ്, അപ്പൊ ഞാൻ എന്റെ ആൻസർ പറയാം. ഓക്കെ. മൈ കാർ. അലീന ഓക്കെ, ഷിജിന ഓക്കെ, ഫാത്തിമ ഓക്കെ, അമൃത ഓക്കെ. മൈ കാർ ഈസ് സോൾഡ് ബൈ മീ. ഓക്കെ ഫാത്തിമ, മൈ കാർ ഈസ് സോൾഡ് ബൈ മീ. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞത് നിങ്ങൾ അതൊന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ജസ്റ്റ് ടു റിവൈൻഡ് ഇറ്റ്. ഇനി അടുത്തത് ഒന്ന് ആലോചിക്കണം. He does not, DOES, does not teach her. He does not teach, TEACH, teach her. He does not teach her.
He does not teach her. He does not teach her. ശ്രീതിക ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയേക്കുന്നതിൽ മാത്രം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് കറക്റ്റ് ചെയ്താൽ കറക്റ്റ്. ജസ്നിയ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയില്ല കേട്ടോ. ഷൈമ ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അമൃത പാസ്റ്റ് പാർട്ടിസിപ്പിൾ തെറ്റിപ്പോയല്ലോ. ശ്രീതിക ഓക്കെ, ഷിജില്ല ഓക്കെ, സൂര്യ ഓക്കെ. സൂര്യ പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ അലീന. ഓക്കെ രേഷ്മ, ഫാത്തിമ, അന്ന ജോസഫ്, സൗമ്യ, അഭിലാഷ, ആതിര, ദേവിക. ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾ അത് എഴുതി നോക്കിയേ. ഞാൻ അതിന്റെ ആൻസർ ഞാൻ വായിക്കാം. ഹി ഡസ് നോട്ട് ടീച്ച് ഹെർ. അവൻ അവളെ പഠിപ്പിക്കാറില്ല. ആരെ പഠിപ്പിക്കാറില്ല? അവളെ. അപ്പൊ ഹെർ എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. അത് ഇങ്ങോട്ട് മാറ്റിയപ്പോ ഷീ നാക്കി. ഷീ ഈസ് വരും, ആൻ വരും, ആറ് വരും. ഷീ ഈസ്. പിന്നെ നമുക്ക് വേണ്ടതിന് അതൊരു നോട്ട് ഉണ്ട്. ആ നോട്ട് കൂടി ഷീ ഈസ് നോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടീച്ച്, ടോട്ട്, ടോട്ട്, TAUGH, ടോട്ട്. അപ്പൊ ടീച്ച്, ടോട്ട്, ടോട്ട് എന്നാണ്. അപ്പോ ഷീ ഈസ് നോട്ട് ടോട്ട്. ഓക്കെ. മറ്റേ ആദ്യം എഴുതിയവർ ശരിയാണ്, പക്ഷെ ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയപ്പോ തെറ്റിപ്പോയി. അത് ടോട്ട് എന്നാണ്, TAUGH. ഓക്കെ. ഇനി ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെയ്യുമെന്നറിയാം. എന്നാലും ഞാൻ എൻ്റെ എന്താ പറയുക, ബുദ്ധിമോശം കൂടി പറയുന്നത് ആലോചിക്കും. ഡസ്, DOES, does anybody not help him? Does anybody not help him? Help him. Does anybody not help him? സൂര്യ, അത് ചോദ്യവും കൂടിയാണ്. അപ്പൊ ഹി ആദ്യം വരിക ചോദ്യമാക്കണം. ഫാത്തിമ, ഡസിന്റെ നിന്നാണ് നമുക്ക് ആദ്യം, അല്ലെങ്കിൽ വന്നിത് അങ്ങനെ എഴുതാം. ഓക്കെ. ബാക്കിയുള്ളവരെ വായിച്ചു തീർന്നില്ല. അലീന കറക്റ്റ്.
ജില്ല കറക്റ്റ്, ജൻസിയ കറക്റ്റ്. ജൻസി അതിൻ്റെ അകത്ത് 2 ഈസ് ഉണ്ട് കേട്ടോ, 1 ഈസ് കള. ഓക്കെ സൂര്യ. അമൃത ശരി, ശ്രീദിക ശരി, ശ്രീലക്ഷ്മി ശരി, ആതിര ശരി, ദേവിക ശരി. ഓക്കെ ഓക്കെ, അത് നമുക്ക് ആ ചോദ്യം തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചോദിക്കുക. ഡസൻറ്റ് എനിബഡി നോട്ട് ഹെൽപ്പിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ മതി. ഡസൻറ്റ് എനിബഡി, ഇപ്പൊ ഡസ് എനിബഡി നോട്ട് എന്നാണ്. ഓക്കെ, ഞാൻ അടുത്ത് വരുമ്പോൾ അതങ്ങനെ നമുക്ക് റെഡിയാക്കി തരാം. അടുത്ത് നമുക്ക് അങ്ങനത്തെ വേറെ ഒന്നും തരാം. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ ഞാൻ ഈ ആൻസർ വായിക്കാം. ഡസ് എനിബഡി ഹെൽപ്പ് ഹിം? ആരും അവനെ സഹായിക്കാറുണ്ടോ, സഹായിച്ചില്ലേ? അപ്പോ നമുക്ക് ഓബ്ജക്റ്റ് കിട്ടി, ഹിം എന്നുള്ളതിനപ്പുറത്ത് ഹീ എന്നാക്കി മാറ്റി. ഹീയുടെ കൂടെ എന്ത് വരും? ഈസ് വരും. ഇത് ചോദ്യമായതുകൊണ്ട് ഈസ് നമ്മൾ ആദ്യം എഴുതുക. അപ്പൊ ഈസ് ഹീ എന്നാക്കുക. ഈ ഈസ് എന്നുള്ളതിന് പകരം ഈസ് ഹീ. പിന്നെ തന്നിരിക്കുന്ന വാചകത്തിൽ നോട്ട് ഉണ്ട്. അപ്പൊ നോട്ട്, ഓക്കെ ദേശന നോട്ട്. പിന്നെ ഹെൽപ്പ് എന്നുള്ള വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹെൽപ്ഡ്. അപ്പൊ ഈസ് ഹി നോട്ട് ഹെൽപ്ഡ്? ഓക്കെ 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 ഫാത്തിമ, ശരിയാണ്. ഓക്കെ, ശരിയാണ്. നേരത്തെ ഒരാൾ ചോദിച്ച സംശയവുമായി ബന്ധപ്പെട്ട് ഞാൻ മാറ്റി പറയുകയാണ്. വേറെ സെന്റൻസ്, ഡസൻറ്റ്, DOESNT, ഡസൻറ്റ്, DOESNT, ഡസൻറ്റ് എനിബഡി, ANYBODY, എനിബഡി, ട്രബിൾ മീ, TROUBLE, trouble me. Doesn't anybody trouble me? ഇത് ആലോചിച്ച് ചെയ്യേണ്ടതാണ്, ശ്രദ്ധിച്ച് ചെയ്യാം. ഡസൻറ്റ്, അത്ര ഉള്ളു. ഡസൻറ്റ് എനിബഡി ട്രബിൾ മീ? ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഫാത്തിമ. ഇത് ചോദ്യവുമാണ്, അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യനുമാണ്. ഡസൻറ്റ് എനിബഡി, ഇത് ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ, അറ്റ് ദ സെയിം ടൈം ഇത് നെഗറ്റീവാണ്. രണ്ടും കൂടിയാണ്. യെസ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അലീന തുടക്കത്തില്. ഞാൻ പറയാത്ത കേസാണ്, നിങ്ങൾ ആലോചിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടായിരുന്നതാണ്. പണ്ട് എപ്പോഴെങ്കിലും പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടും. യെസ്, ജസ്നിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഷൈമ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. രീഷ്മ, വെരി ഗുഡ്, കറക്റ്റ്. യെസ്, ആതിര ശരി.
യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിത് പറയാം. ഇത് പറയുന്നതിന് മുമ്പ് പണ്ട് അവിടെ നിങ്ങൾ പഠിച്ചുള്ള ആ ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് ഓർക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തം. അതവിടെ നിൽക്കട്ടെ. അതിന്റെ അടിയിൽ നിങ്ങളൊരു വാചകം എഴുതുക. അതവിടെ നിൽക്കട്ടെ. ആ സെൻസിന്റെ അടിയിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടോ? ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്. ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്. ഒരു കോമ, ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്. എന്നിട്ട് നമ്മൾ പറഞ്ഞേക്കാം ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്. ഞാനൊരു വിദ്യാർത്ഥി അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് നോക്കും. ഓക്കെ. അപ്പൊ നോക്കുമ്പോൾ ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്. നോട്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് അതിന്റെ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഓക്കെ. ഇനി വേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിലെ ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുക്കുക. ഈ വാചകത്തിലെ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ആം. ഓക്കെ, അതിന്റെ പുറത്തേക്ക് എടുത്തു. ഇനി സബ്ജക്റ്റ് ഏതാണ്? ഐ. അപ്പോ ആം ഐ. ആം ഐ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ആ ഡാഷ് ഇട്ട് സ്ഥലത്ത് വരുന്നത് എന്താണ്? ആം ഐ. ഐ ആം നോട്ട് എ സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് ക്വസ്റ്റ്യൻ ടാഗ്. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ എന്നുള്ളതാണ്. ഓക്കെ. ഇനി അതിന്റെ അടിയിൽ അടുത്തൊരു വാചകം എഴുതാണ്. ഐ ആം എ സ്റ്റുഡൻറ്. നോട്ട് നമ്മൾ കളഞ്ഞു. ഐ ആം എ സ്റ്റുഡൻറ്. ഐ ആം എ സ്റ്റുഡൻറ്. ഐ ആം എ സ്റ്റുഡൻറ്. ഓക്കെ. കോമ, ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. കോമ, ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ശരി. ഇനി ഇതിന്റെ ടാഗ് നമ്മൾ എഴുതുമ്പോഴാണ് നമ്മൾ നോക്കി ആദ്യം നോക്കുമ്പോൾ ഈ സെന്റൻസ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് നോക്കിയപ്പോൾ എന്താണ്? ഐ ആം എ സ്റ്റുഡൻറ്. ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. പോസിറ്റീവ് ആണ്, നോട്ടൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ ഫാത്തിമ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാത്തിമ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. നമ്മൾ എന്ത് ചെയ്യുന്നു? ആം പുറത്തേക്ക് എടുക്കുന്നു. ആം പുറത്തേക്ക് എടുക്കുന്നു. അതിന്റെ നെഗറ്റീവ്, ഇനി അത് നെഗറ്റീവ് ആക്കാൻ വേണ്ടി അതിന്റെ കൂടെ ഒരു നോട്ട് ചേർത്തു. അപ്പൊ ആം പ്ലസ് നോട്ട് എന്ന് പറയുമ്പോ ആമിൻഡ് എന്ന് വരും. പക്ഷേ അങ്ങനെ ഒരു വേർഡ് ഇംഗ്ലീഷിലില്ല. അതുകൊണ്ട് എവിടെയെല്ലാം ആം പ്ലസ് നോട്ട് ആമിൻഡ് എഴുതണമോ അവിടെയൊക്കെ ആറിൻഡ് എന്ന് എഴുതിക്കൊള്ളണം. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അത് ആം ഐ എന്ന് പറയും. ആറിൻഡ് ജെൻസിയ ആറിൻഡ്. ആമിൻഡ് എന്ന് പറയുന്നത് വേർഡ് ഇംഗ്ലീഷിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയെല്ലാം നമ്മൾ ആമിൻഡ് എന്നാണോ എഴുതേണ്ടത് അവിടെയൊക്കെ ആറിൻഡ് AREN *T ആറിൻഡ് എന്ന് എഴുതിക്കോളും. അപ്പോ രണ്ടാമത്തെ ടാഗിന്റെ ആൻസർ എന്ത് വരും? ആറിൻഡ് ഐ. ആറിൻഡ് ഐ. ഓക്കെ. ഈ ഒരു സാധനം മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് നേരത്തെ പറഞ്ഞ പാസീവ് വോയിസ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് പാസീവ് വോയിസിലോട്ട് പഠിക്കുക. നോക്കി. നെഗറ്റീവ് സെന്റൻസ് പറയാം. നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഉണ്ടാവും ആ വാചകത്തില്, നെവർ ഉണ്ടാവും, ഇല്ല എന്നർത്ഥം വരില്ലേ? ഇല്ല എന്ന് വരുന്നതിനാണ് നമ്മൾ എന്താ പറയാ? നെഗറ്റീവ് എന്ന് പറയാം. ഞാൻ പോകാറില്ല, പഠിക്കാറില്ല, ചിന്തിക്കാറില്ല, അവൻ വന്നിട്ടില്ല, നീ ഒരിക്കലും വരില്ല. എന്താ? ഇല്ല 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 എന്ന് വരുന്നത് ഒക്കെയാണ് നെഗറ്റീവ്. അപ്പൊ അതിന് നമുക്ക് ആ വാചകത്തിൽ ഒന്നിലൊക്കെ നോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നെവർ എന്നുണ്ടാവും, അല്ലെങ്കിൽ നോ ബഡി എന്നുണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള വാക്കുകൾ അതിനകത്ത് ഉണ്ടാവും. ആ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതൊക്കെ എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ എന്ന് പറയും. നെഗറ്റീവ് സെന്റൻസിന്റെ ടാഗ് പോസിറ്റീവും പോസിറ്റീവ് സെന്റൻസിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ടാഗിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ നമ്മള് ഈ ഒരു സാധനം പാസീവ് വോയിസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ആംബിന്റ് എന്ന് പറയുന്നൊരു വാക്കില്ല, അത് എവിടെയൊക്കെ എഴുതണമോ അവിടെയൊക്കെ ആറിൻഡ് എന്ന്. ഓക്കെ,
ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള വാചകത്തിലേക്ക് വരാം. ഡസന്റ് എനിബഡി ട്രബിൾ മീ. ഡസ് ആദ്യം വന്നു കഴിഞ്ഞപ്പോ എന്താണ്? അത് ചോദ്യമാണ്. ഇൻഡ് എന്ന് പറഞ്ഞപ്പോ എന്താണ്? എൻ പ്ലസ് അപ്പോസിബിലിറ്റി എന്ന് വന്നപ്പോ നോട്ട് എന്നാണ് അർത്ഥം. അപ്പൊ നെഗറ്റീവ് ആണ്. അപ്പൊ അത് ക്വസ്റ്റ്യനുമാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ നെഗറ്റീവ് സെന്റൻസ് ഓൾസോ. ഓക്കെ, നോക്കൂ. അപ്പോ തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് നമുക്ക് എടുക്കാം. ഡസന്റ് എനിബഡി ട്രബിൾ മീ. എന്നെ ആരെങ്കിലും ശല്യം ചെയ്യാറില്ലേ? അപ്പൊ മീ എന്നുള്ളതാണ് നമുക്ക് എന്ത്? ഓബ്ജക്റ്റ്. അപ്പൊ അത് എടുക്കുന്നത് ഐ. പിന്നെ ഐയുടെ കൂടെ ഈസ് വരും, ആം വരും, ആറ് വരും, ആം വരും, ഐ ആം. പിന്നെ ഡസിന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡസിന്റ്. ഓക്കെ. അപ്പൊ ആമിന്റെ കൂടെ നോട്ട് എടുക്കുമ്പോ ആമിൻഡ് എന്നായി. AMAN അപ്പോസിബിലിറ്റി. അപ്പൊ ആൻസർ എന്തായി? ഐ ആമിൻഡ്. പിന്നെ ട്രബിൾ എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ട്രബിൾഡ്, TROUBLED. ഇങ്ങനെ നമുക്ക് വരും. പക്ഷേ ഇത് തന്നിരിക്കുന്ന ചോദ്യത്തിന് ഡസിന്റെ ആദ്യമായതുകൊണ്ട് ഇവിടെ നമ്മൾ ആമിൻഡും എടുത്തിട്ട് ആദ്യം പറയണം. അപ്പൊ ആമിൻഡ് ഐന്ന് വരും. പക്ഷെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ടാഗ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആമിൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇംഗ്ലീഷിലില്ല, അത് എഴുതേണ്ട സ്ഥലത്തെല്ലാം ആറിൻഡ് എന്ന് എഴുതുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആമിൻഡ് മാറ്റിയിട്ട് അവിടെ എന്ത് എഴുതുന്നു? ആറിൻഡ് എഴുതുന്നു. AREN അപ്പോസിബിലിറ്റി. ആറിൻഡ് ഐ ട്രബിൾഡ്. ആറിൻഡ് ഐ ട്രബിൾഡ്. മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. യെസ്. അടുത്തത് എനിക്കുണ്ട്. വേറൊരു മോഡലുണ്ട്. സംബടി, SOMEBODY. സംബടി ക്ലീൻസ്. പറയാ നിഷ, ഇത് എഴുതി കഴിഞ്ഞിട്ട് പറയാം. സംബടി ക്ലീൻസ്, CLEANS, ക്ലീൻസ് മൈ ഷൂസ്, SHOES, ഷൂസ് when I am not at home. When I am not at home. ഞാനിനി എൻ്റെ ഒന്നുകൂടി വായിക്കാം. സംബടി ആരോ, ക്ലീൻസ് വൃത്തിയാക്കുന്നു, മൈ ഷൂസ് എൻ്റെ ഷൂസ്, when I am not at home ഞാൻ വീട്ടിൽ ഇല്ലാത്തപ്പോൾ. അപ്പൊ അതിനു മുമ്പ് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഇത് രണ്ടോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരും. അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ മനസ്സിലാവാണ്ടിരുന്ന സാധനം ഒന്നുകൂടി പറയാം നിഷ. Somebody cleans my shoes when I am at home. Okay. Somebody cleans my shoes when I am not at home.
യെസ്, somebody cleans my shoes. ആരോ എൻ്റെ ഷൂസ് ക്ലീൻ ചെയ്യുന്നു ഞാൻ വീട്ടിലെത്തപ്പോൾ. അപ്പൊ എന്താണ് ഓബ്ജക്റ്റ്? മൈ ഷൂസ്. ഓക്കെ, പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറോ. വാസ് അല്ല, വാസ് വരുമ്പോൾ പാസ്റ്റിലോട്ട് പോയി. ക്ലീൻസ് ആണ്, CLEANS. നമ്മൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. യെസ്, അലീന കറക്റ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ when I am not at home കൂടി ചേർത്തേക്കാം. ഗ്രീഷ്മ, ആ ബൈ സംബടി എന്നുള്ള ലാസ്റ്റ് മതി. ഓക്കെ ഓക്കെ, സോണിയ കറക്റ്റ്. ദിശ ആറ് ചേർത്തില്ല. ഓക്കെ, ശ്രീലക്ഷ്മി, ജാൻസിയ, ജാസ്മിയ, ഓക്കെ, അമൃത. യെസ്, ഓക്കെ 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 ഓക്കെ, ദേവിക. ഓക്കെ, ദേഷ്ണ. യെസ്, അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ വായിക്കാം. മൈ ഷൂസ് ആർ ക്ലീൻഡ്, ആർ ക്ലീൻഡ്, CLEIN, ക്ലീൻഡ് വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം. വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അത് വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം ഇല്ല എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ നമുക്ക്. മൈ ഷൂസ് ആർ ക്ലീൻഡ് ഉണ്ടാവും. somebody cleans my shoes are cleaned when I am not at home by somebody. ഓക്കെ, അപ്പോ നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു ആ ഡസിന്റെ പറഞ്ഞത് ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, അത് ഞാൻ പറയാം. സെന്റൻസുകളെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിന് പോസിറ്റീവ് എന്നും രണ്ടാമത്തേന് നെഗറ്റീവ് എന്നും പറയും. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ള വാക്കുണ്ടാവില്ല, നോട്ട് എന്ന് പറയുന്ന വേർഡ് ഉണ്ടാവില്ല. അതല്ലാതെ ഉള്ളതിനാണ് നമ്മൾ പോസിറ്റീവ് എന്ന് പറയാം. നോട്ട് വന്നു കഴിഞ്ഞാൽ ഇല്ല എന്നർത്ഥം വരും. അപ്പൊ അതെന്തായി? നെഗറ്റീവായി. നിങ്ങൾ വെറുതെ ഒരു നെഗറ്റീവായ വാചകം പറഞ്ഞ് എന്തെങ്കിലും നോട്ട് വരാവുന്ന ഒരു വാചകം. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ, ശരിയാണ്. ഈ കൊട്ട് താല്പര്യമില്ല.
They are not at home. Okay. I am not lazy. I am not coming here. They will never come. Never which never വന്നപ്പോൾ negative ആയി. Okay. I am not ready. Okay. വേണ്ട. ഇങ്ങനെ നോട്ട് വരുന്ന എല്ലാ വാചകങ്ങളെയുമാണ് നമ്മൾ നെഗറ്റീവ് വാചകങ്ങൾ. നോട്ട് വരാം, നെവർ വരാം, അങ്ങനെയുള്ള വാചകങ്ങളെയാണ് നമ്മൾ നെഗറ്റീവ് വാചകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നെഗറ്റീവ് വാചകങ്ങളുടെ ടാഗ് പോസിറ്റീവും പോസിറ്റീവ് വാചകങ്ങളുടെ ടാഗ് നെഗറ്റീവും ആയിരിക്കും. നിഷ ശ്രദ്ധിക്കുക, അങ്ങനെയാണ് പൊതുവെ ഉള്ള നിയമം. യെസ്, അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ആമിൻഡ് എന്ന് എഴുതേണ്ട സ്ഥലം വന്നാൽ അവിടെ ഒരിക്കലും ആമിൻഡ് എന്ന് എഴുതരുത്. അതിന് പകരം എന്ത് ചെയ്യുക, ആറിൻഡ് എന്ന് എഴുതണം. അതാണ് നമുക്ക് അതിൻ്റെ അത് വേണ്ട സംഗതി. ഓക്കെ, ഓർത്തിരിക്കുക. ശരി, ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ഞാൻ എന്താ ഒരു ഫിലിം സ്റ്റോറിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു ഫിലിം സ്റ്റോറി പറയാനായിട്ട്. കള്ളന്മാരെ എന്നിട്ട് മിണ്ടാണ്ടിരുന്നല്ലേ? സൂര്യക്കെങ്കിലും പറയാമായിരുന്നു. യെസ്, നേരത്തെ പറഞ്ഞിട്ട് ഓക്കെ. കുറച്ചു പേര് പറയാൻ ബാലൻസ് ഉണ്ടായിരുന്നില്ലേ? കുറച്ചു പേര് പറയാൻ ബാലൻസ് ഉണ്ടായിരുന്നില്ലേ? അവർക്കൊരു ചാൻസ് കൊടുക്കാന്നല്ലേ നമ്മളന്ന് പറഞ്ഞത്? യെസ്. ആ കുറച്ചു പേരില് ഒരാളിപ്പോ വന്ന്, ആ കുറച്ചു പേരില് ഒരാൾ ഒരു യെസ്, ഇതാരും വരാതെ ഒരാള് നേരത്തെ പറഞ്ഞവരോട് രണ്ടാമത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ്, ആരും വരുന്നില്ല. നമ്മുടെ വാക്കുകൾക്കൊരു വിലയും കൽപ്പിക്കുന്നില്ല. നോ വാല്യൂ. യെസ്, ആരാണ് വരുന്നത്? Who is coming forward? Yes. ചോദിച്ചോളൂ ഫാത്തിമ. ഹലോ സാർ. പറഞ്ഞോളൂ. നമ്മൾ നേറ്റീവ് സെന്റൻസ് പറഞ്ഞില്ലേ, സംബഡി ക്ലീൻസ് മൈ ഷൂസ് വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം. അത് സാറ് പറഞ്ഞ ഇതല്ല. നമുക്കിപ്പോ ഐ ആം നോട്ട് അറ്റ് ഹോം, സംബഡി ക്ലീൻഡ് മൈ ഷൂസ് അങ്ങനെ എഴുതിക്കൂടെ? അത് എഴുതി വരും. ഇപ്പൊ ഐ ആം നോട്ട് അറ്റ് ഹോം, സംബഡി ക്ലീൻഡ് മൈ ഷൂസ് അങ്ങനെ എഴുതിക്കൂടെ? ആദ്യം അത് സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് എഴുതിക്കൊണ്ട് സംബഡി ക്ലീൻഡ് മൈ ഷൂസ് അങ്ങനെ. അല്ല, സംബഡി ക്ലീൻഡ് മൈ ഷൂസ് എന്ന് പറഞ്ഞാല് എന്റെ ഷൂസ് ക്ലീൻ ചെയ്തു എന്നല്ലേ? ഞാൻ അതിന്റെ അകത്ത് വേറെ കാര്യം പറയാം. അതായത് പാസീവ് വോയിസ് എഴുതുമ്പോൾ എപ്പോഴും നമുക്ക് രണ്ട് വോയിസ്, അത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്.
ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ചെയ്ത കാര്യം പറയുമ്പോഴാണ് ആക്റ്റീവ്. അവിടെ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഐ കിൽഡ് എ സ്നേക്ക്, അപ്പോ സ്നേക്കിനല്ല ഐ ഡിഡ് ദ ആക്ഷൻ, അപ്പൊ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. ഇനി അത് നമ്മൾ പാസീവ് വോയിസ് പറയുകയാണ്. സ്നേക്ക് വാസ് കിൽഡ്, പാമ്പ് കൊല്ലപ്പെട്ടു. അവിടെ കൊന്ന ആൾക്കല്ല, ചെയ്ത് പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ ആ ആക്ഷൻ അനുഭവിച്ച സഫറർ അയാൾക്കാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇത് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ നോക്കി സംബഡി ക്ലീൻസ് മൈ ഷൂസ്, ആരോ എന്റെ ഷൂസ് ക്ലീൻ ചെയ്യുന്നു. രണ്ടാമത്തെ നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ ഷൂസിനാണ് ഇമ്പോർട്ടൻസ്. ഷൂസ് ഇവിടെ ഒബ്ജക്റ്റ് അതാണ്, മൈ ഷൂസ്. ഇനി നേരത്തെ ചോദിച്ച സംശയത്തിൽ ഒന്നുകൂടി ചോദിച്ചോ. ഞാൻ ചോദിച്ചത് ഇപ്പൊ ഐ ആം നോട്ട് അറ്റ് ഹോം സംബഡി ക്ലീൻഡ് മൈ ഷൂസ്, അങ്ങനെ എഴുതാൻ പാടില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോ വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം സംബഡി ക്ലീൻഡ് മൈ ഷൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്ത് വരും? വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം, ഞാൻ വീട്ടിലില്ലാത്തപ്പോ സംബഡി ക്ലീൻഡ് മൈ ഷൂസ്. നോക്കി അതിന്റെ അകത്ത് നോക്കുക, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം എന്നുള്ളത് ഇല്ലാന്ന് വിചാരിക്കും, അത് തന്നിട്ടില്ല. ബാക്കിയുള്ളതുള്ളൂ സംബഡി ക്ലീൻസ് മൈ ഷൂസ്, അത്ര ഉള്ളെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും പാസീവ് വോയിസ്? ചിന്തിച്ചേ. വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം എന്നുള്ളത് ഇല്ല, അത് നമ്മളൊരു അഡീഷണൽ ആയിട്ട് ചേർത്തേക്കാം, അതില്ല. സംബഡി ക്ലീൻസ് മൈ ഷൂസ്, അപ്പൊ എന്ത് വരും? മൈ ഷൂസ് ആർ ക്ലീൻഡ് ബൈ സംബഡി. ഓക്കെ, അത് അതേപോലെ എനിക്ക് വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം മൈ ഷൂസ് ആർ ക്ലീൻഡ് ബൈ സംബഡി. ഓക്കെ ചിന്തിച്ചാൽ ഓക്കെ. അപ്പൊ വെരി ഗുഡ്. അപ്പോ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നമ്മൾ ഇന്നത്തെ കൂടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ്. അതിപ്പോ ഏതായാലും ഇനി ഒരു 3 മിനിറ്റ് കൂടെ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഞാനത് ആരംഭിക്കുന്നില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പുതിയൊരു ഒരു വിഷയം പറയാം. ആ വിഷയത്തെ കുറിച്ച് തത്സമയം നിങ്ങൾ റിയാക്ട് ചെയ്യണം. അത് നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾ ശരിയായിട്ട് വരുന്നില്ല, അപ്പൊ ആ സമയം ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ചിന്തിക്കാതെ. ഓക്കെ, സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, sir. വെൽക്കം. Okay, Sonia. Okay. Okay, Sonia, happy Teachers Day. Okay. Okay, CSP, happy Teachers Day.
Thank you.